2014-ലെയും 2019-ലെയും സാഹചര്യങ്ങൾ ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ വിശദീകരിച്ചല്ലോ. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ 2019 അത് വളരെ പ്രകടമായിരുന്നു. ബാലക്കോട്ടിന് ശേഷം BJPയും അവരുടെ പ്രൊപ്പഗാൻഡ മെക്കാനിസവും ഉണ്ടാക്കിയെടുത്തൊരു വലിയ വികാരം ഉണ്ടായിരുന്നു. അത്തരം വികാരങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രകടമായി നിന്നില്ല. ഒരുപക്ഷെ രാമക്ഷേത്രമോ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി, അങ്ങനെ പല വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് BJP ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വികാരങ്ങൾ അത്രത്തോളം ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണ് നമുക്കൊക്കെ തോന്നിയത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് മോദിക്ക് അനുകൂലമായ അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു വലിയ വികാരം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നാണ് പ്രതിഫലിക്കുന്നത്. അത് യാഥാർത്ഥ്യമായിട്ട് ചേരുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ജനറൽ പെർസെപ്ഷൻ അനുസരിച്ചുള്ളൊരു എക്സിറ്റ് പോൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇംപ്രഷൻ അല്ല പിന്നീട് ബാക്കിയുള്ള ഫേസുകളിൽ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും, പ്രത്യേകിച്ചും 6th 7th ആയപ്പോഴത്തേക്കും NDAയും BJPയും വളരെ ഡിഫെൻസീവ് ആയിരുന്നു. അവരുടെ അഗ്രഷനൊക്കെ വളരെയധികം കുറഞ്ഞു പോയിരുന്നു. അതുപോലെ ഒരു കോമൺ ഫാക്ടർ അവരുടെ കയ്യിൽ ഒരു പ്ലാങ്ക് ഇല്ലാതെ ആയ ഒരു സ്ഥിതിയിലായിരുന്നു. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മാൻഡേറ്റ് ആയിരുന്നു ജനറലായിട്ടുള്ള പെർസെപ്ഷൻ. പക്ഷെ ഇപ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം ഓൾമോസ്റ്റ് യുനാനിമസ്ലി NDAക്ക് വളരെയധികം സീറ്റുകൾ, അതായത് 300+ രീതിയിൽ കൊടുക്കുന്നത് എനിക്കൊരു അല്പം ആശ്ചര്യകരമായിട്ട് തോന്നി. പ്രത്യേകിച്ച് കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലും ഒക്കെയുള്ള ഈ ഫൈൻഡിങ്സ് ആണ് എക്സിറ്റ് പോളിന് വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് രാജസ്ഥാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ കാര്യത്തിൽ മോർ ഓർ ലെസ് വിചാരിച്ച രീതിയിൽ ട്രെൻഡിൽ തന്നെയാണ് നീങ്ങുന്നത്. നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുമായിരിക്കാം. പക്ഷേ പറഞ്ഞു 25 കിട്ടത്തില്ല BJPക്ക് അല്ലെങ്കിൽ NDAക്ക്. ആ രീതിയിലാണ് എക്സിറ്റ് പോൾ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഹരിയാനയിൽ ട്രെൻഡ് ശരിയാണ്, ഡയറക്ഷൻ ശരിയാണ്. പക്ഷേ ഇത്രയധികം ഒന്നും BJP സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഹരിയാനയും ഡൽഹിയുടെ കാര്യത്തിൽ അത്ര തീർച്ചയില്ല. കാരണം ആം ആദ്മിയിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങളൊക്കെ, ഐഡന്റിറ്റി ക്രൈസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട്, എങ്കിലും ഓവറോൾ ഒരു വളരെ വിശ്വസനീയമായിട്ടുള്ളൊരു എക്സിറ്റ് പോൾ ഔട്ട്കം ആണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല.